ഈ ന്യൂസ് വായിച്ചായിരുന്നോ? പോയല്ലോ നാശം. അല്ലെങ്കിൽ ഞാൻ തന്നെ അവനെ കൊന്നേനെ. എന്റെ ആക്ടിങ് ഇത്തിരി കൂടി പോയല്ലേ? ചാൻസ് വേണോ? എന്തിന്? ഹീറോയിനായിട്ട് ആക്ട് ചെയ്യാവോ? ആക്ട് ചെയ്യാമോന്നോ? ചാൻസ് എനിക്ക് തന്നു നോക്ക്, അപ്പൊ കാണാം. എന്നാ വാ പോയി കാണാം. ആരെയാ? ഡയറക്ടർ സാർ. സാറിനെ കുറിച്ച് റാം ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. സാറ് ഡയറക്ട് ചെയ്യുന്ന ഫിലിമിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഭാഗ്യമാണ് സർ. യു നോ, ഓ മൈ ഗോഡ്, ഐ ജസ്റ്റ് കാന്റ് ബിലീവ് ദിസ്. സാറിന്റെ അവളുടെ രാവുകളിലെ സീമ ചേച്ചിയുടെ അഭിനയവും ഡ്രസ് കോഡും ഒക്കെ ഗംഭീരമായിട്ടുണ്ട് സർ. അത് ഞാനാണെന്ന് വിചാരിച്ചു. അല്ല മോളെ, ഐവി ശശിയ. ഓക്കെ ഓക്കെ. അപ്പൊ സാറിന്റെ പടത്തിലല്ലേ ശബരിമലയിലേക്ക് പോകുന്നതും അയ്യോ അച്ഛാ പോലെ കുട്ടികള്? ഞാനല്ല മോളെ, ശ്രീനിവാസൻ. അപ്പൊ സാറിന്റെ പടം ഏതാ? ഇറ്റ്സ് മൈ ഫസ്റ്റ് ഫിലിം, മൈ ഡെബ്യൂ. അതിരിക്കട്ടെ, നമ്മുടെ പടത്തിലെ ഹീറോ ആരാ സർ? അതെനിക്കെങ്ങനെ അറിയാം? ഹീറോ എത്തിയല്ലോ. അണ്ണാ എന്താണത്? കൺഗ്രാറ്റ്സ്. ഏയ്, ആദ്യം അണ്ണൻ ഇത് പിടിച്ചേ. ഛേ, ഇത് വളരെ മോശമായി പോയി. ഞാനും കുറെ അവളുടെ പുറകെ നടന്നായിരുന്നു, പക്ഷെ വർക്കൗട്ടായില്ല. വെറും 3-4 ദിവസം കൊണ്ട് നിങ്ങൾ അവളെ വീഴ്ത്തി കളഞ്ഞില്ലേ? സമ്മതിച്ചു, എന്നെ അവളെ ചതിച്ചാ. എന്നാലും അവളുടെ ടേസ്റ്റ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഏയ്, ആരെ കുറിച്ച് നീ പറഞ്ഞു വരുന്നേ? ആ റെഡ് കളർ ഡ്രസ് ഇട്ട പെണ്ണിനെ. റാം അവിടെ എന്ത് ചെയ്യുവാ? സീൻ എക്സ്പ്ലെയിൻ ചെയ്യാ. അതിന് ഡയറക്ടർ നിങ്ങളല്ലേ? ഡയറക്ടറൊക്കെ ഞാൻ തന്നെയാ, പക്ഷെ പടത്തിന്റെ കഥ അവന്റെയാ. അപ്പൊ എനിക്കൊരു സീൻ പറഞ്ഞു തരും? ഞാനുണ്ടല്ലോ നിനക്ക് അതൊക്കെ പറഞ്ഞുതരാം. 3 ചെറുപ്പക്കാരെ നീ ഒരുമിച്ച് കാണുന്നെന്ന് വിചാരിക്കുക. അത് ഈ 2 പേരെ നീ പ്രേമിച്ചെന്ന് വിചാരിക്കുക. അതിൽ ഒരുത്തനെ നീ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചെന്ന് വിചാരിക്കുക. അവനെ അവസാനം നീ കളിപ്പിച്ചെന്ന് വിചാരിക്കുക. എന്നിട്ട് ഐ ലവ് യു എന്ന് മറ്റവനോട് പറയുക. അടിപൊളി സീനാ സർ. What a creativity. You're brilliant, sir. ഡയറക്ടർ സർ, സീൻ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തില്ലേ? നീ എഴുതിയതുപോലെ അല്ല, പറഞ്ഞെന്നപോലെ പറഞ്ഞു. ആ വെരി ഗുഡ്. ശ്രുതി, നീ അടിച്ച് പൊളിച്ചോ. ഈ സീനിൽ നീ ഉണ്ടാവരുത്, നിന്റെ ക്യാരക്ടർ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ബൈ ദ ബൈ, ഇത് ഓഡിഷൻ മാത്രമാണ്. നിനക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഹീറോയ്ക്ക് ഇംപ്രസ്ഡ് ആയ നീ അല്ലേ ഹീറോയിൻ, അല്ലേ സർ? നീ പറഞ്ഞു തന്നെ കറക്റ്റ്. Bless me, sir. Thank you. എന്തൊക്കെ എവിടെ നടക്കുന്നത്? ഹീറോ ആരാണ് സാർ? വീരുബായുടെ അനിയൻ. ഇനി അടുത്തത് ഞാൻ അവനെ തട്ടാൻ പോകുന്ന. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് സാർ എന്നെയും കൂടി ഇതിൽ പിടിച്ചെടുത്തത്? ഹായ്, ആക്ച്വലി 3 ദിവസം മുമ്പ് ഞാൻ നിന്നെ കണ്ടപ്പോ മുതല് മനസ്സ്, ഹൃദയം, ഹാർട്ട് അതെല്ലാം ഞാൻ നിനക്ക് തന്നു കഴിഞ്ഞു. ഇനി എൻ്റെ കയ്യിൽ ഒന്നുമില്ല. എന്നാ ഒന്ന് മാത്രം ബാക്കിയുണ്ട്. ഐ ലവ് യു. അണ്ണാ, അവള് നിങ്ങളോട് ഇഷ്ടമാണെന്നൊക്കെ പലതും പറഞ്ഞെന്ന് വരും. അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. അണ്ണനിപ്പോ അവളെ മാരേജ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ മാനേജ് ചെയ്യാം. ഞാനാ പറയണേ. താങ്ക്സ് അണ്ണാ. ഡേയ്, അവളെ എനിക്ക് ഇനിയും കാണണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണോടാ? ഹായ് ഡയറക്ടർ സർ, ഇന്ന് എന്റെ സീൻ എന്താന്ന് പറയൂ, തകർത്തേക്കാം. ദയവ് ചെയ്ത് നീ തകർത്ത് കളയുന്നൊന്നും പറയല്ലേ മോളെ. ഞാനിവിടെ ടെൻഷൻ അടിച്ച് നിൽക്കുക. ഡയറക്ടർ സർ, സീൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തില്ലേ? അതിന് നീ എനിക്ക് പറഞ്ഞു തന്നായിരുന്നു. ശ്രുതി, സീൻസ് ആർ സിമ്പിൾ. ഇന്നലെ നീ ഹീറോയ്ക്ക് ഐ ലവ് യു പറഞ്ഞു, ഇന്ന് ഹീറോ നിന്നോട് ഐ ലവ് യു പറയും. അതല്ലേ ഡയറക്ടർ സർ? സീൻ ഇങ്ങനെ എപ്പോഴും മാറ്റിയാൽ എങ്ങനാ? ഡയറക്ടറോട് കൂടി ഒന്ന് പറയണ്ടായോ അത്? അല്ലെങ്കിൽ ഇവരുടെ മുമ്പ് ഞാൻ ബ്ലാങ്ക് ആയി പോവില്ലേ? അപ്പൊ ബാക്കി എന്താ? ഇന്നലത്തെ പോലെ ദൂരെ ഓടി വരണം, അത്രയല്ലേ ഉള്ളൂ. അമ്മ എന്തൊരു ഇൻവോൾവ്മെന്റ് അമ്മോ. ഹീറോ എത്തിയല്ലോ. നീ മന്ദം അങ്ങോട്ട് ഓടുന്നു, മന്ദം തിരിച്ചു വരുന്നു. താങ്ക് യു സർ. സർ, എന്ത് വിചിത്രമായിരിക്കുന്നു സർ. അവൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടുണ്ടാവില്ല.
അവള് നന്നായി ചെയ്യുന്നുമുണ്ട്. രണ്ടിന്റെ പോക്ക് കണ്ടിട്ട് എന്താകും നമുക്കും അറിയില്ല. ആഹാ, സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയറക്ഷൻ സൂപ്പർ സാർ. പറഞ്ഞോളൂ. നീ ഇന്നലെ വന്ന് എന്നോട് ഐ ലവ് യു പറഞ്ഞിട്ട് പോയില്ലേ? രാത്രിയിൽ ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല, ഒട്ടും ഉറങ്ങിയില്ല. ഒരു തരം ഹൃദയമിടിപ്പ്. ഞാനൊന്ന് തീരുമാനിച്ചു. എന്ത്? ഐ ലവ് യു. എന്താണ് ഇങ്ങനെ? അതെടാ, ഞാൻ ഐ ലവ് യു പറഞ്ഞപ്പോ അവളെ കൊണ്ട് ചിരിച്ചോണ്ട് ഓടിപ്പോയടാ. അതവളുടെ നാണം കൊണ്ടാ. നാണോ? മതി. ഐ ലവ് യു എന്ന് പറഞ്ഞപ്പോൾ അവൾ ചിരിച്ചോണ്ട് ഓടിപ്പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഏറ്റുപോലെ. അപ്പൊ അവക്ക് എന്നെ ഇഷ്ടമാണല്ലേ? എങ്ങനെയുണ്ട് സാറിന്റെ പെർഫോമൻസ്? അവിടെ പെർഫോമൻസ് കാണിക്കാൻ പറ്റിയ സമയം മനുഷ്യനോട് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാണ്. എങ്കിലും നിങ്ങൾക്ക് ഒരു സെൻസ് ഒക്കെ വേണ്ട എന്റെ ഡയറക്ടർ സാർ. എനിക്കാ? ഇല്ലെങ്കിൽ പിന്നെ ഇവനെയൊക്കെ പിടിച്ച് എന്റെ ഹീറോ ആക്കോ? അതിന് മെഗാസ്റ്റാർ മമ്മൂട്ടി വേണം നിനക്ക്. ഹീറോ എന്ന് പറഞ്ഞ റാമിനെ പോലെ ഇരിക്കണം. ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടുന്നത് എല്ലാം അവനിലുണ്ട്. മാച്ചോ, സ്റ്റൈൽ, മാൻലി. ഐ തിങ്ക് ഐ ലവ് ഹിം. ഓഹോ, മ്യൂസിക് സ്റ്റാർട്ടഡ്. ഹലോ. എടാ, ചത്തു പോണ പോലെ തോന്നടാ. എന്തു പറ്റി? എന്താന്ന് മനസ്സിലാവുന്നില്ല. ഭ്രാന്ത് പിടിക്കുന്ന പോലെ. അവളെ കിട്ടിയില്ലെങ്കിൽ ഞാൻ ചത്തുകൂടാ. അതിന് ഇനിയും സമയമുണ്ട്. ഇപ്പൊ കിടന്നുറങ്ങിക്കോ. Come in. എന്താ? നമസ്കാരം സാർ. മിസ്സിംഗ് കേസാ. എനിക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തിയെ 10 ദിവസമായിട്ട് കാണാനില്ല. ഫോട്ടോ വല്ലതുണ്ടോ? ഉണ്ട് സാർ. എപ്പോ തൊട്ട് അവളെ കാണാതായെന്ന് പറഞ്ഞ? 10 ദിവസം മുമ്പ് സാർ. 10 ദിവസമായിട്ടുള്ളോ? അതെങ്ങനെ? നിക്ക്, ഞാനിപ്പോ വരാം. പറ. 10 മാസം മുമ്പ് നമ്മൾ ബസ്സിൽ വെച്ച് കൊന്നതില്ലേ ഭായ്? ദീപ്തി, സത്യ. അവരെ കുറിച്ച് എന്താ ഇപ്പോ? ആ ദീപ്തിയെ 10 ദിവസം മുമ്പ് കാണാനില്ലെന്ന് പറഞ്ഞ് ഒരുത്തൻ ഇവിടെ കംപ്ലൈന്റുമായി വന്നിട്ടുണ്ട് ഭായ്. 10 ദിവസം? അവൻ അവിടുന്ന് പോവരുത്. അവനെ എനിക്ക് വേണം. നിക്കവിടെ. ബോഡി താഴെ ഇറക്ക്. എന്താ ഇവിടെ നടന്നത്? ഇവിടെ ഇത്രയും ആളുണ്ടായിട്ടും നിങ്ങൾ ആരും ഇത് ചെയ്തവനെ കണ്ടില്ലേ? അവിടെ എന്താ നടന്നെന്നറിയോ? അറിയാവുന്നോണ്ടല്ലേ സാർ ഞാൻ കൈപ്പൊക്കിയത്. നിക്കവിടെ.
സത്യ. സത്യ. കൺഫ്യൂഷൻ ആയല്ലേ? എന്നൊന്നും ചെയ്യരുത്. പോലീസ്. തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിച്ചേ തീരൂ. അത് പോലീസ് ആയാലും. അതുകൊണ്ട് തെറ്റ് നീ ഇനി ഒരിക്കലും ചെയ്യരുത്. ഹാപ്പി ജേർണി. അവനെ കണ്ടാൽ നിനക്ക് തിരിച്ചറിയാൻ പറ്റുമോ? ഈസി ആയിട്ട് പറ്റും സർ. കാരിക്കേച്ചർ ആർട്ടിസ്റ്റിനെ വിളിപ്പിക്കും. അവന്റെ രൂപത്തെക്കുറിച്ച് അറിയാവുന്നൊക്കെ പറ. ആ ലെഫ്റ്റ് സൈഡിലെ പുരുക അല്പം കൂടി താഴേക്ക് വരണം. ആയിട്ടുണ്ട് സാർ. ഇവനാണോ? ഏകദേശം ഇതുപോലെ ഇരിക്കും. ഈ കേസിനെ കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിന്നെ വിളിപ്പിക്കും. ഷുവർ. ഏയ്, ഫീച്ചേഴ്സ് എല്ലാം ഇത്ര കറക്റ്റ് ആയിട്ട് എങ്ങനെയാ പറഞ്ഞത്? മറക്കാൻ പറ്റുന്ന മുഖമല്ല സാറേ അത്. ശരിക്കും അടുത്ത് നിന്നാണ് ഞാൻ അവനെ കണ്ടത്. എന്താ ACP ഈ വഴിയൊക്കെ? ഇത് നോക്ക്. എന്റെ കൂടെ നിന്ന് ഒരുപാട് പേര് ഫോട്ടോ എടുക്കാറുണ്ട് ACP. സെലിബ്രിറ്റികളൊക്കെ ഇങ്ങനെയാ. ആ, ബൈ ദ വേ, ഈ മർഡർ ചെയ്തവന്റെ സ്കെച്ച് കിട്ടിയിട്ടുണ്ട്. റോങ് ടൈമിലാ മോനെ നീ എന്നെ കാണാൻ വന്നത്. ഇവനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. എനിക്കറിയാം. ആ, നീ ഇങ്ങനെ പറയുള്ളൂ എന്ന് എനിക്കറിയാം. ഇതാത് വെച്ചോ, എന്നെക്കാളും കൂടുതൽ നിനക്ക് ആവശ്യം. ഇൻസ്പെക്ടറുടെ ഫോട്ടോയിൽ 2 എഴുതിയിട്ടുണ്ടെങ്കിൽ ദേവയുടേത് 1ാമത്തേതായിരുന്നു. ടേക്ക് കെയർ വീരു. ഇനി അവൻ ജീവിച്ചിരുന്നുകൂടാ. വേഗം ചെല്ലടാ. സത്യം എവിടെയാടാ? കണ്ടിട്ട് മനസ്സിലായില്ലേ? ഇറ്റ്സ് മീ. ഞാൻ നിന്നോട് ചോദിച്ച സത്യയെക്കുറിച്ചാടാ. ഞാനും നിന്നോട് സത്യയെക്കുറിച്ചാണ് പറഞ്ഞത് മണ്ട. ഇറ്റ്സ് മീ. വൈ ആർ യു മിസ് ഹാൻഡ്ലിംഗ് മീ? ഡേയ്, ആ വീടാരുടെയാ? ഇറ്റ്സ് മൈ ഓൺ ഹൗസ്. അതെന്റെ സ്വന്തം വീടാ. 10 months ആയി കാലിയായി കിടക്കുന്നുണ്ടപ്പോ ഞാൻ കയറി അങ്ങ് താമസിച്ചതാ. പ്രാമിസ്. ഇവൻ എവിടെടാ? അതിനിവൻ ആരാ സാറേ? ആ വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ടടാ? ഇവന്റെ ആളുകളെ എന്റെ കൂടെ ഉള്ളവൻ തട്ടിക്കളഞ്ഞെന്നറിഞ്ഞ ഇവരെന്നെ തട്ടിക്കളയും. വേറെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കുള്ള അവിടെ. ഐ എം ജസ്റ്റ് സിംഗിൾ, സ്റ്റിൽ ബാച്ചിലർ, യു നോ. ഇവനല്ല എനിക്ക് വേണ്ടത്. ആ ACPക്ക് ഡീറ്റെയിൽസ് കൊടുത്തവനെ, അവനെയാ എനിക്ക് വേണ്ടത്. അണ്ണാ, അവൻ വരുന്നുണ്ട്. വരാൻ പറയും. ഇവനെന്താ ഇവിടെ? നീ തന്നെ കൊന്നിട്ട് നീ തന്നെ ഇൻഫർമേഷൻ കൊടുക്കാൻ വന്നിരിക്കുന്നു. അത് വിശ്വസിക്കാൻ കുറെ കിഴങ്ങന്മാര്. സൂപ്പറാടാ. എന്തിനാ വരാൻ പറഞ്ഞ?
നീ ഇവനെ തന്നെയല്ലേ കണ്ടെന്ന് പറഞ്ഞത്? അതെ. ഇവൻ ഞങ്ങളുടെ ആൾക്കാരെ ഓരോരുത്തരെയായി കൊന്നോണ്ടിരിക്കുക. അവനൊന്നും അല്ലടാ, ഇവനാ കൊന്നുകൊണ്ടിരിക്കുന്നത്. ആ CI കൊന്നപ്പോ ഇവൻ എന്താ പറഞ്ഞത്? സിമ്പിൾ സാർ, ഇവൻ ഇവിടെ എന്ത് പറഞ്ഞാലും അത് അവൻ പറഞ്ഞ മാതിരിയാ. ഡേയ് മിണ്ടിപ്പോരാ. ക്ലൂ കൊടുത്തിട്ട് പോലും മനസ്സിലാകാത്ത പൊട്ടൻ. ഇവിടെ പൊട്ടനായിട്ട് ഞാൻ മാത്രമല്ല, ഇപ്പൊ ഇവനും ഉണ്ട്. എന്താടാ ഇവൻ പറഞ്ഞത്? നിന്റെ കണ്ണുകളിലെ ഭയം അവന് കാണണമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞ പോലെ സംഭവിക്കുകയാണിപ്പോ. എനിക്കത് കാണാനും പറ്റുന്നുണ്ട്. ഇവനെ എനിക്ക് വേണം. നീ ഇനി ഇവനെ എവിടെ വെച്ചെങ്കിലും കാണുകയാണെങ്കിൽ എന്നോട് പറഞ്ഞിരിക്കണം. അവനെ കാണണമെങ്കിലും അത് ഞാൻ നിങ്ങളോട് പറയണമെങ്കിലും ഞാൻ എപ്പോഴും അണ്ണന്റെ കൂടെ തന്നെ ഉണ്ടാവണം. എന്തിനാണെന്ന് ചോദിച്ചാ, നെക്സ്റ്റ് ടാർഗറ്റ് നിങ്ങളായിരിക്കും. എന്താ? അങ്ങനെ അവനാ പറഞ്ഞേ. ഒടുക്കത്തെ അഭിനയമാടാ എന്റെ അമ്മോ. വരട്ടെ സാർ. സാർ, ഞാൻ അവനെ കണ്ടിട്ടുണ്ട് സാർ. എവിടെ വെച്ച്? ഈ ഫോട്ടോയിൽ. ഇവൻ നമ്മൾ പറഞ്ഞാൽ കേൾക്കില്ല. ഇവനെ അണ്ണ നോക്കിക്കോളും. അണ്ണാ, എന്താടാ? വിരുഭായിക്ക് ഇഷ്ടപ്പെട്ട ആ പെണ്ണ് വരുന്നുണ്ട്. എവിടെ? ദേ അങ്ങോട്ട് നോക്കിയേ. ഞാൻ സ്നേഹിച്ച ആരാന്നറിയോ? എന്റെ അണ്ണന് ഇഷ്ടപ്പെട്ട പെണ്ണിയാടാ. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. എന്റെ അണ്ണൻ ഈ മാറ്റർ എങ്ങനെ പറഞ്ഞാ അനിയനാണെന്നും പിന്നെ നോക്കില്ല, കൊന്നു കളയടോ എന്നെ. എങ്ങനെ അറിയാനാ? ഐ മീൻ, അവളുടെ കാര്യം നീ പറഞ്ഞില്ലെങ്കിൽ പിന്നെ നിന്റെ അണ്ണൻ എങ്ങനെ അറിയാനാ? എന്തായാലും കുറച്ചു ദിവസം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യ്. ഞാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടോ നോക്കട്ടെ. ഡേയ്, ഫ്രണ്ട് എന്ന് പറഞ്ഞ എങ്ങനെ വേണോടാ? താങ്ക്സ് ഡാ. ഹലോ അണ്ണാ, ദേവയുടെ ഫ്രണ്ടാ ഞാൻ. അതാര്? അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ കാര്യം പറഞ്ഞെന്ന് ഞാൻ ഫോൺ ചെയ്തില്ലേ? ആ പറയേ. ആ പെണ്ണിനെ കാണിച്ചു കൊടുത്തപ്പോ നിങ്ങളുടെ അനിയൻ കയറി കൊത്തി അണ്ണാ. ഡേയ്, നീ ആരെ കുറിച്ചാ സംസാരിക്കുന്ന അറിയോ നിനക്ക്? നിങ്ങളത് വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. ഫോൺ വെക്കേ, ഫോട്ടോ ഞാൻ സെൻഡ് ചെയ്യാം. ഡേയ്, ദേവിയുടെ ഫ്രണ്ട് ഫോൺ ചെയ്തിരുന്നില്ലേ നിനക്ക്? അവളെ കിട്ടിയെന്നും പറഞ്ഞ്. അണ്ണാ, അത് ഫേക്ക് ആയിരുന്നു അണ്ണാ. ആ പെണ്ണല്ലായിരുന്നത്. ആ കാര്യം ഞാൻ ഏറ്റു. ശരിയണ്ണ. അണ്ണൻ എന്തോ സംശയം തോന്നിയിട്ടുണ്ട്. എന്നെ കൊല്ലൂ. പേടിച്ചിട്ട് ഇങ്ങനെ എല്ലാം കൂടി വലിച്ചു കയറ്റിക്കൊണ്ടിരുന്ന നിന്റെ പ്രോബ്ലം സോൾവ് ആവോ? ഡേയ്, നിനക്ക് എന്താ അറിയാൻ എൻ്റെ അണ്ണനെ കുറിച്ച്? നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ നീ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യും? എന്ത് ചെയ്യോടാ നീ? എന്നെ തട്ടിക്കളഞ്ഞാണ്. എന്താ? എത്ര നാളാ ഞാൻ വീരുബായുടെ അനിയനാണെന്ന് പറഞ്ഞിങ്ങനെ ജീവിക്കുക. അയാളെ പേടിച്ച പെണ്ണിനെ ഉപേക്ഷിക്കാമെന്ന് വെച്ചാ എന്നെ സ്നേഹിച്ച പെണ്ണിനിൽ നിന്ന് പോയെന്ന് വരും. അയാളുടെ ശല്യം ഒഴിവാക്കി കഴിഞ്ഞാൽ എനിക്ക് 2 പ്രയോജനങ്ങളുണ്ട്. അതിലൊന്ന് എൻ്റെ ദിൽ കി ധഡ്കൻ മേരി ജാൻ, മറ്റൊന്ന് വീരുഭായിയുടെ പൊസിഷൻ. ഡേയ്, ഡേയ്, അണ്ണാ, നീ പറഞ്ഞ സൗഭാഗ്യങ്ങളെല്ലാം ഇനി എനിക്കാടാ. എനിക്ക് തെറ്റുപറ്റിപ്പോയി.
എന്നോട് ക്ഷമിക്കണ്ട. ക്ഷമിക്കാനോ? നിനക്ക് ആ പെണ്ണിനെ ഇഷ്ടമായിരുന്നെന്ന് എന്നോട് ഒരിക്കലെങ്കിലും നീ പറഞ്ഞിരുന്നെങ്കിൽ ആരെതിർത്താലും അവളെ ഞാൻ നിനക്ക് കൊണ്ടുതരുമായിരുന്നു. നിന്റെ ഒരാഗ്രഹത്തിന് പോലും എതിരെ നിന്നിട്ടില്ലാത്ത എന്നെ നിനക്ക് കൊല്ലണമല്ല. ഒരിക്കലെങ്കിലും നിനക്ക് എന്നെ കൊല്ലണമെന്ന് ആഗ്രഹം തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ആഗ്രഹം നടക്കില്ലടാ. അതിനേക്കാളൊക്കെ വളരെ നല്ലത് നീ ചാവുന്നതാ. ഒന്നും ചെയ്യില്ല അണ്ണ. അണ്ണ ഏയ്, ഭായ് ഇവനെ അങ്ങ് തട്ടിക്കളഞ്ഞേക്ക്. അണ്ണ എന്നോട് ക്ഷമിക്കണ്ട. അണ്ണ അണ്ണ വേണ്ട. എന്നോട് ക്ഷമിക്കണ്ട അണ്ണ. ജോണി, ക്യാ ഭായ്? എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എൻ്റെ അനിയൻ ചിലപ്പോൾ ജീവന് വേണ്ടി നിന്നോട് യാചിച്ചെന്നിരിക്കും. അവനെ ഇനി ആരും ഒരിക്കലും കാണരുത്. നിങ്ങളുടെ ഫോണെല്ലാം ഓഫ് ചെയ്തേക്കണം. എവിടെയെങ്കിലും ദൂരെ മാറി ഒരിടത്തേക്ക് കൊണ്ടുപോയിക്കോ. ഓക്കെ ഭായ്. അന്നാ, ദേവയുടെ ഫ്രണ്ടാ ഞാൻ. അതെ, നിങ്ങളുടെ അനിയൻ നിങ്ങളെ ചതിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ? എന്താ ഇപ്പോ? ഇനിയും നിനക്ക് എന്നെ മനസ്സിലായില്ലേ? ദേവയുടെ ആളാണെന്നും ദേവയുടെ ഫ്രണ്ടാണെന്നൊക്കെ പറഞ്ഞ് ദേവയെ തന്നെ കൊന്നുകളഞ്ഞവനാ ഞാൻ. സത്യ ദേവയെ ആളില്ലാത്തടത്ത് വിളിച്ചു വരുത്തിയതും ഇൻസ്പെക്ടറെ മാളിലെത്തിച്ചതും നീ സ്നേഹിച്ച പെണ്ണിനെ നിന്റെ അനിയനെ കൊണ്ട് പ്രേമിപ്പിച്ചതുമെല്ലാം ഈ ഞാനാ. അവൻ നിന്നെ കൊല്ലാൻ തീരുമാനിച്ചതും ഞാൻ കാരണം. അവൻ ഇന്ന് നിന്നെ കൊല്ലാൻ വരുമെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നില്ലേ? ഞാൻ വിരിച്ച കെണിയിൽ നീ വീഴുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നടാ. ഇപ്പൊ ഞാനല്ല അവനെ കൊല്ലാൻ പോകുന്ന, നീ തന്നെ അവനെ കൊല്ലുന്നത്. പറ്റുമെങ്കിൽ പോയി രക്ഷിക്കാൻ നോക്ക്. വേണ്ട. അജയ്, 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 അജയ്. നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മുടെ കൺമുൻപിൽ വെച്ച് നമ്മളെ വിട്ടുപിരിയുമ്പോൾ അവരെ ഒന്ന് രക്ഷിക്കാൻ പോലും കഴിയാതെ നിസ്സഹായനായി നിൽക്കുന്നവന്റെ മനസ്സിലുള്ള വേദന, ആ വേദന ഞാൻ അനുഭവിച്ച പോലെ നീയും ഇപ്പം അനുഭവിക്കണം. എന്റെ മുന്നിലോട്ട് വേണം. ഇനി എന്റെ മുന്നിൽ നീ മാത്രമേ ഉള്ളൂ. നമുക്ക് കാണാം. ഡേയ്, ഭായ് അവനിവിടെ വന്നിട്ടുണ്ടാവും. ഞാൻ ഇവിടെ തന്നെ ഉണ്ടണ്ണാ. അവനെ ഇവിടെ കണ്ടെന്ന് പറഞ്ഞത് ഇവനാണ്ണ. അതുകൊണ്ടാ വരാൻ പറഞ്ഞത്. പോയി അവനിവിടെ എങ്ങാനും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വാ. ഇന്നാ ഇത് വെച്ചോ. നീ ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇറങ്ങി വേണം. എവിടെയാണ് ഇവൻ? ഈ നിൽക്കുന്നവൾക്ക് വേണ്ടിയല്ലേ എന്റെ പൊന്നനിയനെ ഞാനൊന്ന് കൊന്നുകളയാൻ വരെ തീരുമാനിച്ചത്. അകത്ത് നിൽക്കുന്നവന്മാരല്ലേ ഇറങ്ങി പോടാ. ഭായ്, എല്ലാവരും കൂടുതൽ അവരും പോയിണ്ടല്ലോ ഭായ്. അവൻ ഇവിടെ എങ്ങാനും ഉണ്ടോ നിങ്ങൾ പോയി നോക്ക. എവിടെ ഉണ്ടെങ്കിലും ഇറങ്ങി വാടാ. അന്ന് നീ സ്നേഹിച്ച പെണ്ണിനെ ഞാൻ കൊന്നു കളഞ്ഞില്ലേ? ഇപ്പൊ നീ ഇവിടെ വന്നില്ലെങ്കിൽ ഇവളെയും കൊല്ലും ഞാൻ. ധൈര്യം ഉണ്ടെങ്കിൽ വാടാ. എവിടാ? റാം, അവനെവിടെ എങ്ങാനും ഉണ്ടാവും. നോക്ക്. റാം അല്ല ഭായ്, സത്യ. നെക്സ്റ്റ് ടാർഗറ്റ് നിങ്ങളായിരിക്കും. നീയാണല്ലേ അപ്പൊ സത്യ? ആ
മാറിയതിന്റെ മുഖം മാത്രമേ ഉള്ളൂ, പക മാറിയിട്ടില്ലടാ. റോങ് ടൈമില് നമ്മൾ തമ്മിൽ കണ്ടേന്ന് അന്നേ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, അത് നീ കേട്ടില്ല. എന്റെ ദീപ്തിയെ കൊന്ന് നീ വലിയൊരു തെറ്റ് ചെയ്തു. എന്റെ ജീവൻ തിരിച്ചു നൽകിക്കൊണ്ട് ദൈവം നിന്നോട് വലിയൊരു തെറ്റ് ചെയ്തു. നിനക്കിപ്പോ ജീവിക്കണമെന്ന് ആഗ്രഹം തോന്നുന്നുണ്ടല്ലേ? നിന്റെ തല താഴേക്ക് വീണ് ചിന്നിച്ചിതറുന്നതിന് മുൻപ് നിനക്ക് നിന്റെ ജീവനോട് കൊതി തോന്നുന്നുണ്ടെങ്കിൽ മരണം നിന്നിലേക്ക് ഇഞ്ചിഞ്ചായി അടുക്കുമ്പോൾ നീ മനസ്സിലാക്കും അതെത്ര ഭയാനകമാണെന്ന്. ചാവുന്നതിന് മുൻപുള്ള നിന്റെ അവസാന ശ്വാസം അതെന്റെ കയ്യിലാണോ? ഹാപ്പി ജേർണി. ഐ എം സോറി. ഞാൻ എൻ്റെ സോറി എന്തിനാ? നോ, ഞാനല്ലേ താങ്ക്സ് പറയേണ്ടത്. യു സേവ് മൈ ലൈഫ്. നീ വന്നില്ലായിരുന്നെങ്കിൽ. താങ്ക്സ്. താങ്ക് യു. ബൈ. What next? സാറേ എന്തെങ്കിലും താ സാറേ. ആഹാരം കഴിച്ചിട്ട് 2 ദിവസമായി സാറേ. പറഞ്ഞോ. അവൻ ജീവനോടെ ഇരിപ്പുണ്ട്. ആര്? ആ ചാരൻ ഇപ്പോഴും ജീവനോടെ ഇരിപ്പുണ്ട്. അങ്ങനെ സംഭവിക്കാൻ ഒരു വഴിയില്ലടാ. അവനെ ഈ വൈശാഖിൽ വെച്ച് ഞാൻ കണ്ടു. ധർമ്മയോടൊന്ന് പറഞ്ഞായിരുന്നോ? ഇല്ല. എന്നാ അവനെ വിളിച്ച് പറയടാ, വിളിച്ച് പറയാൻ. പറയടാ. ആ ചാരൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടാ. അവനെ നമ്മൾ കൊന്നുകളഞ്ഞല്ലടാ. അത് തന്നെ എനിക്ക് മനസ്സിലാകാത്തത്. ഇനി അവൻ ജീവനോടെ ഇരിക്കാൻ പാടില്ല. തീർത്ത് കളയടാ അവനെ. ശരി കണ്ട. എല്ലാരും യാർഡിലോട്ട് വാ.
ഈ നായിന്റെ മോനെ. എന്തിനാടാ എന്നെ കൊല്ലാൻ വരുന്നത്? നിക്കടാ. നിർത്താൻ. ആരാടാ നീ? എന്തിനാ എന്നെ കൊല്ലാൻ നോക്കിയത്? പറയടാ. ഹേയ്, ഹേയ്. ഇനി ആരൊക്കെയോ ബാക്കിയുണ്ട്. അപ്പൊ ഇവര് വന്നത് എനിക്ക് വേണ്ടിയായിരിക്കില്ല. ഈ മുഖത്തിന് വേണ്ടിയായിരിക്കും. ആരായിരിക്കും ഇവൻ? ആരായിവൻ?